അഭിമാനമായ ഒരു പച്ച സൗന്ദര്യമായ മലകളും കുന്നുകളും ഒരുപാട് ലോകത്തിനെ ഒരുപാട് ജനങ്ങളെ ഒരു ടൂറിസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ടൂറിസത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു പ്രദേശമാണ് വയനാട്. കേരളത്തിന് അഭിമാനമായ ഒരു ഡിസ്ട്രിക്റ്റാണ് വയനാട് ജില്ല. തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വയനാട് ജില്ലാ രൂപീകരണ യോഗത്തിൽ നിങ്ങൾ ആർക്കും യാതൊരു പ്രാദേശികപരമായ താല്പര്യങ്ങളില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. നമ്മുടെ നാടെന്ന് പറയുന്നത്, കേരളം അഭിമാനമാകുന്നത് നമ്മൾ ആ ഒരു സാംസ്കാരികത. പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ കുഞ്ഞു മുഹമ്മദാണ്, വയനാട് പ്രവാസി അസോസിയേഷന്റെ പ്രസിഡന്റാണ്. ഞാനിപ്പോ വന്നത് നിങ്ങളെ എല്ലാവരെയും നമ്മുടെ വരാനിരിക്കുന്ന ഇനാഗ്രേഷൻ സെറിമണി ഇവന്റിലേക്ക് സ്വാഗതം ചെയ്യാൻ, നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യാനാണ് ഞാനിപ്പോ വന്നത്. ഈ വരുന്ന നവംബർ 7-ാം തീയതി മദീന ഹൈപ്പർ മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന നമ്മുടെ ഫസ്റ്റ് ഇനാഗ്രേഷണൽ സെറിമണി, വയനാടൻസ് ഒന്നിക്കുന്ന ഫസ്റ്റ് ഇവന്റ്. വളരെ എക്സൈറ്റഡ് ആണ്, എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും എനിക്കറിയാം. കാരണം വയനാടിനെ സംബന്ധിച്ച് ഒരു പ്രവാസി അസോസിയേഷൻ റിയാദിൽ ആദ്യമായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എല്ലാവരും അന്നേ ദിവസം അവിടെ എത്തിച്ചേരണം. ഒരുപാട് കൾച്ചറൽ ഇവന്റ്സും നല്ല പാട്ടുകളും ഡാൻസും മിമിക്രിയും കോമഡിയും എല്ലാം നിങ്ങളെ എന്റർടൈൻ ചെയ്യിക്കാൻ നമ്മൾ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നവംബർ 7-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിയാകുമ്പോൾ നമ്മുടെ മദീന ഹൈപ്പർ മാർക്കറ്റിലുള്ള ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
നമസ്കാരം, ഞാൻ ബേസിൽ ജോസഫ്. സൗദി അറേബ്യ റിയാദിലുള്ള നമ്മുടെ വയനാട്ടുകാരുടെ കൂട്ടായ്മയായ വയനാടൻ പ്രവാസി അസോസിയേഷന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ നിസാർ വയനാട്. റിയാദിൽ ആദ്യമായി വയനാട് പ്രവാസി അസോസിയേഷൻ രൂപീകരിക്കുകയാണ്. അതിലൊരുപാട് സന്തോഷമുണ്ട്. എല്ലാ സംഘാടകർക്കും 1000 അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. പ്രവാസി വയനാടിൻ്റെ ആദ്യത്തെ ഇനാഗുറേഷൻ സെറമണി ഈ വരുന്ന നവംബർ 7 മദീന ഹൈപ്പർ മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. ഇതിൽ വയനാട്ടിലുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് നല്ല സിംഗേഴ്സും വയനാട്ടുകാർ ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ഫംഗ്ഷന് എല്ലാവിധ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. എല്ലാവരും ഈ ഒരു പരിപാടി മാക്സിമം എല്ലാവരും പങ്കെടുക്കുക, വിജയിപ്പിക്കുക. ഇൻഷാല്ലാ നെക്സ്റ്റ് പ്രോഗ്രാമിന് വയനാട് അസോസിയേഷൻ്റെ നെക്സ്റ്റ് പ്രോഗ്രാമിന് ഞാനുണ്ടായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ സിംഗേഴ്സിനും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും താങ്ക് യു. സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വർഗീസ്, പ്ലീസ് ഒരു നല്ലൊരു കയ്യടി കൊടുക്കണേ. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് വലിയ കാര്യമായിട്ട് പ്രസംഗിക്കാനൊന്നും അറിയില്ല. പിന്നെ ഞാനും നമ്മുടെ കുഞ്ഞിക്കും തമ്മിലുള്ള ഒരു ഫോൺ കോളിലാണ് നമ്മൾ ഈ ഒരു അസോസിയേഷൻ തുടങ്ങുന്നതിനെ കുറിച്ചുള്ളൊരു പ്രഥമമായിട്ടുള്ളൊരു ചർച്ച നടന്നത് തന്നെ. ആ ഒരൊറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം ഇന്ന് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് നടക്കാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ട് നമ്മളെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ വിശിഷ്ട വ്യക്തികൾ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയ എല്ലാവർക്കും, നിങ്ങളെല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വേണ്ടി ക്ഷണിക്കുന്നു. പരിപാടികളുടെ മുന്നോട്ടുള്ള നടത്തിപ്പിനായി നമ്മുടെ അധ്യക്ഷനായ പ്രസിഡന്റിനെ ഞാൻ ഇവിടേക്ക് ശ്രമിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം ഫോർ ദ വയനാട് പ്രവാസി അസോസിയേഷൻ ഇനാഗ്രേഷൻ സെറമണി. പിന്നെ ഒരു പാട്ടുകാരൻ എന്ന നിലക്ക് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ ജില്ലകൾക്കും വേണ്ടി പാടാൻ എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ പാടാൻ പോകുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരു ചിന്തയാണ്, എൻ്റെ വയനാട് എന്ന് ഞങ്ങളൊരു സംഘടനയായി അതൊരു ശക്തി പ്രാപിക്കുന്നുള്ള ആ ഒരു ചിന്ത എപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെയുള്ളൊരു സമയത്താണ് ദുബായിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ സെക്രട്ടറി ഒരു സുപ്രഭാതത്തിൽ എനിക്കൊരു കോള് വിളിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ. ആ ഒരൊറ്റ സംസാരമാണ് ഇന്ന് 400ഓളം മെമ്പർ ആയി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് വയനാട് അസോസിയേഷൻ എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ പ്രസന്റേഷൻ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാംസ്കാരിക സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്.